അയ്യാ വണക്കം. പിഞ്ചു കുഞ്ഞാണല്ലേ, എന്തുകൊണ്ടെന്ന് നേരത്തെ പറഞ്ഞില്ല എന്നാണ് നമ്മുടെ മീഡിയ ഫണ്ടിലെ ഔട്ട് ഓഫ് ഫോക്കസ്, പേര് പോലെ തന്നെ ഔട്ട് ഓഫ് ഫോക്കസ് ആണ് നമ്മുടെ ദാവൂദ് സർ പറഞ്ഞിരിക്കുന്നത്. ലീഗൊക്കെ ജയിച്ചല്ലോ, ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിൽ അതിനെ അനുകൂലിക്കുന്ന വി ഡി സതീശനാണെങ്കിൽ അധികാരത്തിൽ കയറുകയും ചെയ്തു. ദാവൂദ് സർ ഐ ആം ത്രിൽഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പം കാണാൻ ആടാ വരുന്ന പാലും വെള്ളത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ദൃശ്യം വൈറലായി. ആ ദൃശ്യത്തിൽ നമ്മൾ കണ്ടത് എന്താണ്? ആ ദൃശ്യത്തിൽ ഒരു യുവതി ഒരു ബസ്സിൻ്റെ ജനൽ ചില്ല അടിച്ചു പൊട്ടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പ്രഥമ ദൃഷ്ടിയാ നോക്കിക്കഴിഞ്ഞാൽ ആ യുവതി അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നു, അതിഭീകരമായിട്ട് ബഹളം വയ്ക്കുന്നു. ബഹളം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞൊരു സ്റ്റോപ്പിൽ അവർക്ക് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അവർക്ക് നിർത്തി കൊടുക്കണം. ഡ്രൈവറും കണ്ടക്ടറും പറഞ്ഞു ഇവിടെ സ്റ്റോപ്പില്ല. ഡ്രൈവറും കണ്ടക്ടറും അവരെ അസഭ്യം പറഞ്ഞില്ല. ഡ്രൈവറും കണ്ടക്ടറും അവിടെ കൈയേറ്റം ചെയ്തില്ല. ഡ്രൈവറും കണ്ടക്ടർ പറഞ്ഞു ഇവിടെ സ്റ്റോപ്പില്ല. യുവതി അവിടെ കിടന്ന് മരണവെപ്രാളം കാണിക്കുന്നു. അതിനുശേഷം യുവതി എന്ത് ചെയ്യുന്നു? കൈ കിട്ടിയ ഹാമർ എടുത്ത് അതിൻ്റെ ചില്ലടിച്ച് പൊട്ടിക്കുന്നു. നേരെ വണ്ടി എങ്ങോട്ട് പോട്ടെ എന്ന് പറയുന്നു? പോലീസ് സ്റ്റേഷനിലേക്ക് പോട്ടെ എന്ന് പറയുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി പോയതും അവിടെ എത്തിയതും യുവതി കരഞ്ഞ് കാലി പിടിക്കുന്നു. 28,000 രൂപ യുവതി നഷ്ടപരിഹാരം വച്ചു കൊടുക്കുന്നു. അതായത് നാശനഷ്ടം 28,000 രൂപയാണെന്ന് പറഞ്ഞ് വച്ചു കൊടുക്കുന്നു. എന്നിട്ട് ആ യുവതി പോകുന്നു. കഴിഞ്ഞ ദിവസം ആ വീഡിയോ വൈറലായി. ആ വീഡിയോ വൈറലായതിനെ തുടർന്ന് എല്ലാ ആൾക്കാരും ആ യുവതിക്കെതിരെ രംഗത്തെത്തി. മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ ആ യുവതിക്കെതിരെ എല്ലാവരും രംഗത്തെത്തും. കാരണം പൊതുമുതൽ നശിപ്പിക്കുകയാണ്, അഹങ്കാരത്തിൻ്റെ മകുടോദാഹരണമാണ് എന്നൊക്കെയാണ് പ്രഥമ ദൃഷ്ടിയ ആ ദൃശ്യം കാണുമ്പോൾ തോന്നുന്നത്. പിന്നെ ഒഴുക്കിനെതിരെ നീന്തുന്ന ചില ആൾക്കാരുണ്ട്. അതായത് സമൂഹത്തിൽ ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതിന് ഓപ്പോസിറ്റായിട്ട് ചിന്തിച്ചാൽ മാത്രമേ എന്ത് കിട്ടൂ? അതിഭീകരമായിട്ടുള്ള ശ്രദ്ധ കിട്ടൂ എന്ന് പറയുന്ന ആൾക്കാർ മാത്രം. നമ്മൾ വാഗൊണ്ടാണ് കഴിക്കുന്നെങ്കിൽ യവന്മാരും കൊണ്ടാണ് കഴിക്കുന്നത്. അതുപോലെയാണ് യവന്മാരുടെ കാര്യം എന്ന് പറയുക. അവന്മാരെ നമുക്കെടുത്ത് സൈഡിൽ മാറ്റി നിർത്താം. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ ദാവൂദ് സാർ രംഗത്തെത്തിയിരുന്നു. ദാവൂദ് സാർ പിന്നെ അങ്ങനെയാണ്, ഞമ്മൻ്റെ മതത്തിലുള്ള ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദാവൂദ് സാർ അവരെ വെളുപ്പിക്കാനായിട്ട് രംഗത്തെത്തും. ഒരു മൈക്കും ഒരു സൈക്കിളും ഒരു ലോഡ് പുട്ടിയായിട്ട് അണ്ണ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അണ്ണ ഇറങ്ങിയിട്ട് അണ്ണൻ ഭയങ്കര ഡയലോഗാണ്. അണ്ണൻ്റെ ഡയലോഗ് എന്നൊക്കെ പറഞ്ഞാൽ അതിഭീകരമാണ്. അണ്ണൻ പറയുന്നത് യുവതിയുടെ തലയിൽ കിടക്കുന്ന ഹിജാബല്ലേടാ നിനക്കൊക്കെ പ്രശ്നം, യുവതി മുസ്ലിം ആയതല്ലേടാ നിനക്കൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു. ഇവ എന്തൊരു പറഞ്ഞാലും അതിനകത്ത് മതം കൊണ്ടുവരുമല്ലോ. എന്തിനു പറഞ്ഞാലും മതം, തിന്നുന്നതിലും അപ്പിടുന്നതിലും മതം നോക്കുന്ന ഒരുത്തനെ എൻ്റെ അമ്മയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഒരുത്തനാണ് ദാവൂദ് സാർ എന്ന് പറയുന്നത്. അണ്ണനെ ഞാൻ ഒന്ന് നമസ്കരിച്ചോട്ടെ, സത്യമായിട്ടും മടുക്കുന്നില്ലേ? എനിക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. എന്തായാലും അണ്ണൻ പറയുന്നത് ഈ വിഷ്വൽസ് പ്രചരിച്ച ഉടനെ തന്നെ പല ആൾക്കാരും കമൻറ്റുകളുമായി രംഗത്തെത്തുന്നത് ഇതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ് കമൻറ്റ്? ഈ യുവതിക്കെതിരെ അസഹിഷ്ണുത, ഒരു മുസ്ലിം യുവതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി. ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും, അതായത് ഇവർക്കെതിരെയുള്ളൊരു കോണ്ടക്സ്റ്റ് ആണെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് നമ്മുടെ പുഷ്പം പ്രകാശം ഉണ്ടല്ലോ, 24 ചാനലിൽ കിടന്ന് തുള്ളി കളിച്ചുകൊണ്ട് വാർത്ത വായിക്കുന്ന പുഷ്പം പ്രകാശൻ ഗ്ലാസും കയ്യിൽ പിടിച്ച് നോമ്പ് കാലത്ത് ഈ വാർത്ത വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കമൻറ്റ് കണ്ടു. ആ കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ നോമ്പ് കാലത്ത് ചായ കുടിക്കുന്നത് ശരിയാണോ എന്ന് പറഞ്ഞപ്പോൾ പുഷ്പം പ്രകാശം ഉടനെ തന്നെ ഞാൻ മാറ്റി വെച്ച് എന്ന് പറഞ്ഞ് ഗ്ലാസ് മാറ്റി വയ്ക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇത് സമൂഹത്തിൽ വളരെ വലിയ രീതിയിൽ ചർച്ചയായി. അതായത് കഴിക്കണമെന്നുള്ളവർ കഴിക്കട്ടെ, അയാളൊരു ഹിന്ദുവാണ്, അയാൾ ഇപ്പോൾ ഗ്ലാസും പിടിച്ചുകൊണ്ടിരുന്ന എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞ് ചർച്ചയായി. അത് യുവന്മാർ ചർച്ചയ്ക്കെടുത്തു. അതിനകത്ത് യുവന്മാരിൽ നിന്ന് പറഞ്ഞ എന്തെന്നറിയാമോ? അങ്ങനെ ഒരു കമൻറ്റ് കേരളത്തിൽ ആരും ഇടാൻ സാധ്യതയില്ല. ഇടുന്നുണ്ടെങ്കിൽ അത് സംഘിയുടെ ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും എന്നാണ് അവന്മാർ പറഞ്ഞത്. അതുപോലെ ഇങ്ങനൊരു കമൻറ്റ് കേരളത്തിൽ ആരും ഇടാൻ സാധ്യതയില്ല. അതായത് ഈ പെൺകുട്ടി മുസ്ലിം ആയതുകൊണ്ട് ആക്രമിക്കുന്നു, മുസ്ലിം ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അണ്ണൻ്റെ ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും. അതായത് ദാവൂദ് അണ്ണൻ്റെ ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും. കണ്ടന്റിന് ഇത്ര ക്ഷാമമൊന്നും ഇല്ലല്ലോ എന്ന് ഞാൻ അങ്ങോട്ട് തിരിച്ചു ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് ആ പണി വേണ്ട. എന്തായാലും അണ്ണൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് അണ്ണൻ എവിടെയും പ്രശ്നം കണ്ടെത്തുക എന്നുള്ളതാണ് അണ്ണൻ്റെ വിഷയം എന്ന് പറയുന്നത്. അണ്ണന് ഇസ്രായേലിൽ ജൂതന്മാരുമായിട്ട് പ്രശ്നം, ഫ്രാൻസിൽ ക്രിസ്ത്യാനികളുമായിട്ട് പ്രശ്നം, ഇന്ത്യയിൽ ഹിന്ദുക്കളുമായിട്ട് പ്രശ്നം, മ്യാൻമറിലാണെങ്കിൽ വായിൽ കോലിട്ട് കുത്തിയാൽ കടിക്കാത്ത ബുദ്ധിസ്റ്റുകളുമായിട്ടാണ് അണ്ണൻ്റെ പ്രശ്നം, സിറിയയിൽ യസീദികളുമായിട്ട് പ്രശ്നം, ഇറാഖിൽ കുർദുകളുമായിട്ട് പ്രശ്നം, ഇറാനിൽ ഇവരുടെ തന്നെ ഷിയകളുമായിട്ടാണ് അണ്ണന് പ്രശ്നം. പിന്നെ വാക്സിൻ എടുത്താൽ പ്രശ്നം, സ്കൂൾ യൂണിഫോം ഇട്ടാൽ പ്രശ്നം, താടി വളർത്തിയ പ്രശ്നം, താടി വളർത്തിയില്ലെങ്കിൽ അണ്ണന് പ്രശ്നം, ഹലാലല്ലാത്തത് പ്രശ്നം, മറ്റു മതക്കാരുടെ ഭക്ഷണം അണ്ണന് പ്രശ്നം, തുല്യ പിന്നോക്ക സംവരണം പ്രശ്നം, പർദ്ദ പ്രശ്നം, സാരി പ്രശ്നം, അങ്ങനെ അണ്ണനൊരു ലോഡ് പ്രശ്നങ്ങളാണ്. മറ്റു മതക്കാരൻ്റെ ആഘോഷം പ്രശ്നം, BJP ഭരിച്ചാൽ പ്രശ്നം, ഭരിച്ചില്ലെങ്കിൽ പ്രശ്നം, BJP വന്നാൽ പ്രശ്നം, വന്നില്ലെങ്കിൽ പ്രശ്നം, യോഗി ആദിത്യനാഥ് വന്നാൽ പ്രശ്നം, മോദി വന്നാൽ പ്രശ്നം. ഇനി അണ്ണൻ എന്തെങ്കിലും പ്രശ്നമല്ലാത്തതുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതും അണ്ണൻ്റെ പ്രശ്നമാണ്. ഇതാണ് അണ്ണൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അണ്ണൻ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ മെയ് 10 നടന്ന സംഭവമാണ്. വീഡിയോ ഇപ്പോഴാണ് വരുന്നത്. ഇതിൽ തന്നെ ഒരു വലിയ ഗൂഢാലോചനയുണ്ട് എന്നാണ് അണ്ണൻ പറയുന്നത്. ഇത് മുസ്ലിങ്ങളെ തകർക്കാനുള്ള സെറ്റപ്പാണെന്ന് അമ്മേണങ്ങ് എന്നും അണ്ണൻ പറയുന്നുണ്ട്. പോരാത്തതിന് ബാത്റൂം എമർജൻസിയാണ് യുവതിക്കുണ്ടായത്. അതായത് യുവതിക്ക് ടോയ്ലറ്റിൽ പോകാൻ മുട്ടി, കക്കൂസിൽ പോകാൻ മുട്ടി, ആ ബാത്റൂം എമർജൻസി ഉണ്ടായി എന്നണ്ണം പറയുന്നു. ഈ ബാത്റൂം എമർജൻസി ഉണ്ടാകുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു ബസ്സിൽ യാത്ര ചെയ്യുകയാണ്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ആരെങ്കിലും ഒരു യുവതി തന്നെയാണെന്ന് വെച്ചു ഒരു ബസ്സിൽ യാത്ര ചെയ്യണം, ബാത്റൂം എമർജൻസി ഉണ്ടായാലും ഇവരെന്ത് ചെയ്യും? നമ്മളൊരു മതേതര പുരോഗമന കേരളത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. ബാത്റൂം എമർജൻസി ഉണ്ടാകുമ്പോൾ
തയ്യെ പുറത്തിറങ്ങുന്ന നാണക്കേട എന്ന് പറഞ്ഞാൽ നമ്മൾ കടിച്ചു പിടിച്ചിരിക്കുമോ? എടാ, ഇവിടെ ആർത്തവം അശുദ്ധിയല്ലെന്ന് പറഞ്ഞ് റോഡിലിറങ്ങുന്ന, അതും പർദ്ദയിട്ട പെണ്ണുങ്ങൾ റോഡിലിറങ്ങി ആർത്തവം അശുദ്ധിയല്ല എന്ന് പറഞ്ഞ് വനിതാ മതിൽ കെട്ടുന്ന ടീമാണ് നമ്മൾ. നമുക്ക് ബാത്റൂം എമർജൻസി വരുമ്പോൾ കണ്ടക്ടറുടെയോ അല്ലെങ്കിൽ ബസ്സിലുള്ള ഡ്രൈവറുടെ അടുത്ത് പോയിട്ട് എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം, അല്ലെങ്കിൽ എനിക്കൊന്ന് രണ്ടിന് പോകണം എന്ന് പറയാൻ മടി. പറ്റില്ല, എനിക്ക് പറ്റില്ല. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണെന്നാണ് അണ്ണൻ പറയുന്നത്. നല്ല കഥയാണ് കേട്ടോ, സത്യമായിട്ട് ബ്യൂട്ടിഫുൾ, പറയാതിരിക്കാൻ വയ്യ. ഈ ബാത്റൂം എമർജൻസി ഇനി ഇവരെയും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ വണ്ടി പോയപ്പോൾ ബാത്റൂം എമർജൻസി ഇല്ല. ഇനി പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോഴും ഇവർക്ക് ബാത്റൂം എമർജൻസി ഇല്ല. അപ്പോഴൊന്നും ഇവർക്ക് ബാത്റൂം എമർജൻസി ഇല്ല. ഇവിടെ മാത്രമാണ് അവർക്ക് ബാത്റൂം എമർജൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന്, എന്താണ് ഈ ബാത്റൂം എമർജൻസി എന്ന് ചോദിക്കാൻ പോലും നമുക്ക് അവകാശമില്ലെന്ന് എന്നാണ് ദാവൂദ് അണ്ണൻ പറയുന്നത്. അതായത് ഒരു യുവതിക്ക് ബാത്റൂം എമർജൻസി ഉണ്ടായാൽ നമ്മൾ ചോദിക്കരുത് എന്താണ് ആ ബാത്റൂം എമർജൻസി എന്ന്. അത് ചോദിക്കാൻ പോലും നമുക്ക് അവകാശമില്ല. അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി. ബാത്റൂം എമർജൻസി ഉണ്ടായാൽ കൃത്യമായിട്ട് പറയണം. ഇത് നമ്മളൊരു പുരോഗമന സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ബാത്റൂം ഇപ്പോഴുള്ള സ്കൂൾ കുട്ടികൾക്ക് പോലും അതൊക്കെ കൃത്യമായിട്ട് അറിയാം. അവർ പോയി ടീച്ചറിനോട് പറയാനുണ്ട്, ടീച്ചർ എനിക്കൊരു ബാത്റൂം എമർജൻസി, അല്ലെങ്കിൽ എനിക്ക് പീരീഡ്സ് ആയി, അല്ലെങ്കിൽ എനിക്കൊന്ന് മൂത്രമണി. കൃത്യമായിട്ട് ടീച്ചർ എന്തിനു പറയുന്നു, മെയിൽ സുഹൃത്തുക്കളോട് പോലും അവർ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്, പങ്കുവയ്ക്കാറുണ്ട്. ആരും പിടിച്ച് തിങ്ങയൊന്നുമില്ല ഇവിടെ. എന്നിവിടെയുള്ള 99.9% ആൾക്കാർക്കും അറിയാം. ഇവനെപ്പോലെ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത കുറേ എണ്ണത്തിന് മാത്രമേ സ്ത്രീകൾ അപ്പുറവും ഇപ്പുറവും കർട്ടൻ പിടിച്ചിരുന്ന് തിന്നണം എന്ന് മാത്രം പറയുള്ളൂ. ഇവിടെയുള്ള ബാക്കിയുള്ള ജനങ്ങളൊന്നും അങ്ങനെയല്ല. അവർക്ക് കൃത്യമായിട്ടറിയാം ഈ ബാത്റൂം എമർജൻസിയൊക്കെ വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അവർക്ക് കൃത്യവും വ്യക്തവുമായിട്ട് അവർക്കറിയാം. എന്താണെന്ന് ചോദിക്കാൻ അർഹതയില്ലെന്ന് ബാത്റൂം എമർജൻസി വന്നു കഴിഞ്ഞാൽ ഞഞ്ഞായിരിക്കുന്നു. എന്ത് തന്നെയായിരുന്നാലും ഇനി ഈ ബാത്റൂം എമർജൻസി വന്ന ഇവരോട് അയാൾ എങ്ങനെയാണ് പെരുമാറിയതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഭാഗ്യം അവൻ ഹിന്ദു ആണെന്ന് പറയാത്തത്. എങ്കിൽ പിന്നെ കഥ വേറെ ലെവലോട്ട് കൊണ്ടുപോയേനെ. ഈ ബാത്റൂം എമർജൻസി വന്ന ഇവരോട് അയാൾ പെരുമാറിയത് വളരെ മോശമായിട്ടാണ്. അയാൾ നിയമ നടപടിക്ക് നീങ്ങി. കാരണം അയാൾ ഈ ബസ്സിൻ്റെ ചില്ല് തല്ലി പൊട്ടിച്ചപ്പോൾ അയാൾ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അതുപോലെ യുവതിയും പോകണം, വനിതാ കമ്മീഷനിൽ പോകണം, ഇവന്മാർക്കെതിരെ പരാതി കൊടുക്കണം എന്നാണ് അണ്ണ ഉപദേശിച്ച് വിട്ടിരിക്കുന്നത്. ഞഞ്ഞായിരിക്കണം, ഭയങ്കര കിടിലുമായിപ്പോയി. പറയാതിരിക്കുക യാതൊരു വിധ നിവൃത്തിയില്ല എന്നുള്ളതാണ്. അതായത് സ്ത്രീകൾ തുല്യരാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കിവിടെ ഉള്ളത്. ആ സ്ത്രീകൾ തുല്യരായിരിക്കുന്ന ഈ സമൂഹത്തിൽ ഫെമിനിസ്റ്റ് നീ ഒന്ന് കേൾക്കുന്നില്ലടേ ഇതൊക്കെ? എന്തോ ആണ് ഇതൊക്കെ? സ്ത്രീകൾക്ക് ബാത്റൂം എമർജൻസി വരുമ്പോൾ അവർക്കത് പുറത്ത് പറയാൻ പാടില്ല. അവരെങ്ങനെയെങ്കിലുമൊക്കെ സഹിച്ച് ആരോടും പറയാതെ ഓടി രക്ഷപ്പെട്ട് ബാത്റൂമിൽ കയറി ഇരുന്നോളണം. ആരോടും പറയരുത് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. നിങ്ങളത് കേൾക്കുന്നില്ലേ? നിങ്ങളിതൊന്നും ഒന്ന് തലേന്ന് വെട്ടിക്കളയില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പറയാം എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ, എന്ത് തന്നെയായിരുന്നാലും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയുന്നു. ഇനി നഷ്ടപരിഹാരം യുവതി അവിടെ അടച്ചതോടുകൂടി ആ ചാപ്റ്ററിന് ക്ലോസ് ആയി. വെളുപ്പിക്കലിൻ്റെ അങ്ങേ അറ്റം. അതായത് ഒരു തന്നെ തന്തയ്ക്ക് വിളിക്കുക, കുറച്ച് കഴിഞ്ഞ് സോറി പറയുക, ചാപ്റ്റർ ക്ലോസ്ഡ്. അങ്ങനെയാണ് അണ്ണൻ പറഞ്ഞു വരുന്നത്. അതായത് KSRTC ബസ് അടിച്ചു തകർക്കുക, നഷ്ടപരിഹാരം വയ്ക്കുക, ചാപ്റ്റർ ക്ലോസ്. നേരെ പോയി അണ്ണൻ്റെ കരണക്കുറ്റിക്ക് ഒരു അടിച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ പോയി അണ്ണനൊരു നഷ്ടപരിഹാരം വെച്ച് കൊടുക്കുക. എന്നിട്ട് പറയുക ചാപ്റ്റർ ക്ലോസ് എന്ന് പറയുന്നത് പോലെയാണ്. അങ്ങനെയൊന്നും ചാപ്റ്റർ ക്ലോസ് ആവില്ല. ഇത്തരത്തിലുള്ള പ്രവണതകളൊന്നും ഒരു സ്ഥലത്തും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. ആർക്കും പ്രത്യേക നിയമമൊന്നുമില്ല. അതിപ്പോൾ ഹിജാബ് ഇട്ട ആൾക്കാരായിരുന്നാലും സാരി ഉടുത്ത ആൾക്കാർ, സാരി ഉടുക്കാൻ പറ്റില്ലല്ലോ അല്ലേ? ഈ മീഡിയ വന്നില്ലേ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നില്ലേ, എന്താണ് സാരി ക്യാൻസർ എന്ന്. ഞാൻ നോക്കിയപ്പോൾ സാരി ക്യാൻസറാണ്. സാരി ഉടുക്കുന്ന സ്ത്രീകളുടെ അരക്കെട്ടിന് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്ന്. ഇവിടെ സാരി വിൽക്കുന്നത് മൊത്തം ഹിന്ദുക്കളാണല്ലോ. നന്നായിരിക്കണം. ഇവരെ ഒളിച്ച് കടത്തുന്നത് ഭയങ്കര രസമാണ്. അതായത് ഭയങ്കര രസമായിട്ട് അവർ ഒളിച്ച് കടത്തി അങ്ങ് വയ്ക്കും. അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിൽ സ്ത്രീകൾ സാരി ഉടുക്കുന്ന അവരെയെങ്കിലും ഈ സാരി ഉടുക്കണം, നിർത്തിക്കണം എന്നുള്ളൊരു സെറ്റപ്പിലായിരിക്കും അവന്മാർ തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും നല്ല രസമുണ്ട്. എന്താണ് സാരി ക്യാൻസർ? യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ അതിനകത്ത് കിടപ്പുണ്ട്. ഇനിയിപ്പോൾ പ്രൈവറ്റ് ആക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെയാണ് കാര്യം. എന്നിട്ട് ഇയാൾ പറയുന്നത് അവൾ ഹിജാബ് ധരിച്ചിരിക്കുന്നു. അതിനിപ്പോൾ എന്താ? അവൾ ഹിജാബ് ധരിച്ചിരിക്കുന്നു, അതിനെന്താ? പോരാത്തതിന് അവൾ ബ്രാൻഡഡ് ബാഗ് ധരിച്ചിരിക്കുന്നു, അതിനോടുള്ള അസൂയാണെന്ന് ജനങ്ങൾക്ക്. എങ്ങനെ ഇരിക്കണം? വിളിച്ചുകൊണ്ട് പോടേ ഇതിനൊക്കെ എന്ന് മാത്രമേ പറയാവുള്ളൂ. അവൾ ബ്രാൻഡഡ് ബാഗ് ധരിച്ചിരിക്കുന്നു, പോരാത്തന്നെ അവൾ സുന്ദരിയാണ്, ഹൈലി ഫാഷണബിളായിട്ടാണ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. അതിനോടൊക്കെ മലയാളികൾക്ക് ഭയങ്കര പുച്ഛമാണെന്നേ. ഭയങ്കര ഒരു ക്യൂട്ട് കുട്ടിയായിരുന്നു അവൾ. ആ ക്യൂട്ട്നെസ് കണ്ട് ഇവന്മാർക്ക് അസൂയപ്പെട്ടിട്ടാണ് എല്ലാവരും ആ കുട്ടിയെ തെറിവിടിക്കുന്നത് എന്ന് പറഞ്ഞ് അവസാനം ഒരു കൺക്ലൂഷനിൽ കൊണ്ടെത്തിച്ചു. വെളുപ്പിച്ചു, പക്ഷേ അങ്ങോട്ട് വെളുത്തില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി അണ്ണന് പറ്റിയ വേറൊരു പണിയുണ്ട്. അതായത് നേരെ ഓപ്പോസിറ്റ് ആണെന്ന് ചിന്തിച്ചു നോക്കുക. എങ്കിൽ അണ്ണനെ സമൂഹം ചിലപ്പോൾ ഏറ്റെടുക്കും. അതായത് ആ കുട്ടിയുടെ കാതിലിരിക്കുന്ന സെറ്റപ്പ് കണ്ടോ, ഒരു ഹെഡ്ഫോൺ. ആ ഹെഡ്ഫോണിൽ അവൾ പാട്ട് കേൾക്കുകയായിരുന്നു. പാട്ട് ഹറാമല്ലേ എന്ന് അണ്ണന് പറയാം. അപ്പോൾ ചിലപ്പോൾ കയ്യടി കിട്ടും. പാട്ട് ഹറാമല്ലേ, പോരാത്തന്നെ അവൾ മേക്കപ്പ് ഇട്ടിരിക്കുന്നു, അത് ഹറാമല്ലേ എന്നണ്ണന് ചോദിക്കാമായിരുന്നു. പോരാത്തന്നെ ഇവൾ തനിച്ചെവിടെയാണ് ഈ ബസ്സിനകത്ത് പോകുന്നത് എന്നും ചോദിക്കുക, അതും ഹറാമാണ്. അങ്ങനെയും ചോദിക്കുക. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ അണ്ണന് നല്ല സ്കോപ്പായിരുന്നു. അണ്ണനെ ഇപ്പോൾ സുഡാബികൾ എടുത്ത് തലയിൽ വെച്ചേനെ. ഇതിൽ അണ്ണനെ അവരെ അടുത്ത് തലയിൽ വയ്ക്കൂല. കള്ളം പറഞ്ഞ് കളിക്കുക.
അപ്പോൾ ശരി.